ഇപ്പോൾ ശ്രീ അജിത് കുമാർ കൂടി നമ്മളൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ അജിത് കുമാർ, ഇതാ കായിക പ്രേമികൾക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് അഫ്ഗാനെ പോലൊരു രാജ്യം കടന്നു വരുമ്പോൾ അതിന്റെ മധുരം ഒന്ന് കൂടുകയാണ്. തീർച്ചയായിട്ടും ഇരട്ടി മധുരം തന്നെ. കാരണം ഇതുപോലൊരു രാജ്യത്തിന് ഇത്രയും നല്ലൊരു ടീമിനെ കൊണ്ടുവരാൻ, അതും റാഷിദ് ഖാൻ എന്ന ഒരു ക്യാപ്റ്റന്റെ ഒരു മികവ്, ഇത് രണ്ടും നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് കാണാൻ പറ്റി. കാരണം 115 എന്ന ഒരു സ്കോർ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ ബാറ്റിംഗിൽ ഫെയിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെ വളരെ സങ്കടം തോന്നി. കാരണം ഞാൻ വളരെ പ്രതീക്ഷയോടെ അന്ന് കാലത്ത് തന്നെ എണീച്ച് ഇന്നത്തെ മത്സരം കാണാനിരുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ വിജയിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. പക്ഷെ 115 എന്നൊരു സ്കോർ എടുത്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി. കാരണം ബംഗ്ലാദേശ് നല്ലൊരു ബാറ്റിംഗ് സൈഡാണ്. അവർക്ക് നമ്പർ 8 വരെ ശരിക്കും മുഹമ്മദുള്ളയൊക്കെ നമ്പർ 7 ആണ് വരുന്നത്. അപ്പൊ നല്ലൊരു ബാറ്റിംഗ് സൈഡാണ് ബംഗ്ലാദേശ്. അവരെക്കാളും 12.1 ഓവേഴ്സിൽ 116 എടുത്താൽ അവര് ക്വാളിഫൈ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അവിടെയാണ് ശരിക്കും ഒരു ക്യാപ്റ്റൻസിയുടെ മികവ് ഞാൻ കണ്ടത്. നല്ലൊരു നവീനെ കൃത്യമായിട്ട് ഒന്ന് ബോൾ ചെയ്യിച്ച 2 വിക്കറ്റ് എടുത്ത, പിന്നെ ഷാക്കിബിന്റെ ഒരു ഡിസ്മിസൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ പറ്റി ഒരു വളരെ ശരിക്ക് ശക്തിയേറിയ ഒരു പ്രഹരമായിരുന്നു. കാരണം ഷാക്കിബ് നിന്നിരുന്നെങ്കിൽ, ഷാക്കിബും ലിറ്റനും കൂടി നിന്നിരുന്നെങ്കിൽ അവർ ഈസിയായിട്ട് വിജയിച്ചേനെ. അവരുടെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് ഫസ്റ്റ് ബോളിന് ഔട്ട് ആവുന്നത്. അത് പക്ഷെ വീണ്ടും ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാന്റെ ആ മികവിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവസാനം വരെ. കാരണം അവസാനത്തെ ബോളിലാണ് കാര്യം മാറുന്നത്. കാരണം പ്രീവിയസ് ബോൾ ആ ബോളിനെങ്ങാനും ടസ്കിൻ ഔട്ടായിട്ടിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ജയിച്ചു. കാരണം അവർക്ക് 108 മുമ്പിലായിരുന്നു. പക്ഷെ ആ വിക്കറ്റ് കിട്ടിയതോടെയാണ് ആ കളി കംപ്ലീറ്റ് മാറിയത്. വളരെ ആവേശകരമായ മത്സരം. സന്തോഷം.